ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, യൂദാ ഗോത്രം യുദ്ധം ചെയ്യാനായിട്ട് ഓൾറെഡി പുറപ്പെട്ടു. യൂദയുടെ കൂടെ ആരുണ്ടായിരുന്നു? സഹോദരനായിട്ടുള്ള ശിമെയോൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂദാ ഗോത്രത്തിന് ദൈവം ചെയ്തു കൊടുത്ത കാര്യങ്ങളും യൂദാ കീഴടക്കിയ സ്ഥലങ്ങളും നമുക്കൊന്ന് സ്പീഡായിട്ട് റിവൈസ് ചെയ്യാം. ഒന്നാമതായിട്ട് കാനാന്യരെയും ദൈവം യൂദായുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. രണ്ടാമത് ബസേക്കിൽ വെച്ച് 10,000 പേരെ അവർ പരാജയപ്പെടുത്തി. മൂന്നാമത് പറയുന്നത് അദോണി ബസേക്കിനെ കുറിച്ചിട്ടാണ്. ബസേക്കിൽ വെച്ച് അദോണി ബസേക്കിൻ്റെ കൈകാലുകളിലെ പെരുവിരലുകൾ അവർ മുറിച്ചു കളഞ്ഞു. അവനെ തിരിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേമിൽ വെച്ച് അവൻ മരിച്ചു. ഇതിന് ശേഷം അവർ 4 സ്ഥലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. 1 ജെറുസലേമാണ്, 2 നെഹേബാണ്, 2 നെഹേബാണ്, 3 ഹെബ്രോൺ. എന്താണ്? 3 ഹെബ്രോൺ. ഹെബ്രോൻ്റെ പഴയ പേരെന്താണ്? കിരിയാത്ത് അർബ. 4-മത്തെ സ്ഥലമാണ് ദബീർ. ദബീറിൻ്റെ പഴയ പേരാണ് കിരിയാത്ത് സേഫർ. ദബീർ കീഴടക്കിയത് ആരാണ്? കാലേബ് അല്ല, കാലേബിൻ്റെ സഹോദരൻ, ഇളയ സഹോദരൻ കെനസിൻ്റെ പുത്രനായിട്ടുള്ള ഓത്നിയേലാണ്. ഓത്നിയേൽ അത് കീഴടക്കിയത് കൊണ്ട് തന്നെ കാലേബ് തൻ്റെ മകൾ അക്സായെ ഓത്നിയേലിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയത് മോശയുടെ അമ്മായപ്പനായ കെന്യൻ്റെ പിൻഗാമികളെ കുറിച്ചിട്ടാണ്. മോശയുടെ അമ്മായപ്പനായ കെന്യൻ്റെ പിൻഗാമികൾ ആരുടെ കൂടെയാണ് വന്നത്? യൂദാ ഗോത്രക്കാരോട് കൂടെ. നമുക്കറിയാം, ഈന്തപ്പനകളുടെ നാട്ടിൽ നിന്ന് നെഹേബിൽ വന്നു. നെഹേബിൽ പ്രോപ്പറായിട്ട് അവരെവിടെയാണ് വന്നത്? ആരാധിന് സമീപമുള്ള യൂദാ മരുഭൂമിയിൽ. അവിടെ വന്ന് അവർ അവിടുത്തെ ജനങ്ങളോടൊപ്പം താമസിച്ചു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17-ാമത്തെ വാക്യം മുതലാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 17-ാമത്തെ അധ്യായം വ്യക്തമാക്കുന്നത്, അതിനുശേഷം യൂദാ സഹോദരനായ ശിമയോനോടൊത്ത് പുറപ്പെട്ടു. യൂദാ ഇപ്പം ഇനി ആരോടുകൂടിയാണ് പോകണേ? ശിമയോനോടൊത്ത്. അപ്പോൾ ഇതിൽ നിന്ന് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഇനി ശിമയോനാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെഫാത്ത് നിവാസികളായ കാനാന്യരെ, സ്ഥലത്തിൻ്റെ പേരെന്താണ്? സെഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്ന് പേര് വന്നു. ഹോർമ എന്ന പേരിന് അർത്ഥം തന്നെ വിനാശം എന്നാണ്. എന്താണ്? വിനാശം. അപ്പോൾ അത് നശിപ്പിച്ചു, നിശേഷം നശിപ്പിച്ചതുകൊണ്ട് ആ പട്ടണത്തിന്, സെഫാത്ത് പട്ടണത്തിന് പിന്നീട് അവർ നൽകിയ പേരെന്തെന്നാണ്? ഹോർമ. ഹോർമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനാശം എന്നാണ്. അപ്പോൾ ഇതാണ് 17-ാമത്തെ അധ്യായം പറയുന്നത്. യൂദാ സഹോദരനായ ശിമയോനോടൊത്ത് പുറപ്പെട്ട് സെഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്ന് പേര് ലഭിച്ചു. ഏത് പട്ടണത്തിനാണ് ഹോർമ എന്ന് പേര് ലഭിച്ചത്? സെഫാത്ത് പട്ടണം. ആൻഡ് ഹോർമയുടെ അർത്ഥം എന്താണ്? വിനാശം. 18-ാമത്തെ വാക്യം പറയുന്നത് 3 സ്ഥലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഗാസ, അഷ്കലോൺ, എക്രോൺ. കഴിഞ്ഞ വർഷത്തെ ജോഷുവയുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന 3 സ്ഥലങ്ങളാണ് ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂദാ കൈവശപ്പെടുത്തി. 3 സ്ഥലങ്ങളാണ് ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നിവയും അവരുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ, പ്രാന്തപ്രദേശങ്ങളും യൂദാ കൈവശപ്പെടുത്തി. 19-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവ് യൂദായോട് കൂടെ ഉണ്ടായിരുന്നു. അവർ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. കൂടുതലും അവരെന്താ കൈവശമാക്കി? മലമ്പ്രദേശങ്ങൾ. ആരായിരുന്നു അവരോട് കൂടെ ഉണ്ടായിരുന്നത്? കർത്താവ്. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കീഴടക്കിയത് മലമ്പ്രദേശത്തുള്ള ആളുകളെയായിരുന്നു. മലമ്പ്രദേശങ്ങൾ ഈസി ആയിട്ട് അവർ കൈവശമാക്കി. പക്ഷേ താഴ്വരയിൽ താമസിച്ചിരുന്നവരെ അധികം തുരത്താൻ കഴിഞ്ഞില്ല അവർക്ക്. എന്തുകൊണ്ടിട്ട്? അവരുടെ കൈകളിൽ, അവിടെ താമസിച്ചിരുന്ന നിവാസികളുടെ കയ്യിൽ ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. 20-ാമത്തെ വാക്യം പറയുന്നത്, മോശ പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൺ കാലേബിന് കൊടുത്തു. ആരാ പറഞ്ഞേ? കർത്താവല്ല. മോശ പറഞ്ഞതുപോലെ ഹെബ്രോൺ ആർക്ക് കൊടുത്തു? കാലേബിന് കൊടുത്തു. ഹെബ്രോൻ്റെ പഴയ പേരെന്താണ്? കിരിയാത്ത് അർബ. അവിടെ നിന്ന് അനാക്കിൻ്റെ 3 പുത്രന്മാരെ അവൻ പുറത്താക്കി. ആരൊക്കെയാണ് ആ 3 പേര്? നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ ആ 3 പേര് നമ്മൾ വായിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ശേഷായി, തൽമായി, അഹീമാൻ. ഇവർ 3 പേരും ആരുടെ മക്കളാണ്? അനാക്കീമിൻ്റെ മക്കളാണ്. ഇവരെ 3 പേരെയും കാലേബ് തുരത്തി, അല്ലെങ്കിൽ കാലേബ് പരാജയപ്പെടുത്തി പുറത്താക്കി. അങ്ങനെ ഹെബ്രോൺ മോശ പറഞ്ഞതനുസരിച്ച് കാലേബിന് കിട്ടി. അപ്പോൾ ഇത്രയുമാണ് യൂദാ ഗോത്രത്തിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ.
21-ാമത്തെ വാക്യം പറയുന്നത് ബെഞ്ചമിൻ ഗോത്രത്തിനെ കുറിച്ചിട്ടാണ്. 21-ാമത്തെ വാക്യം പറയുന്നത് ബെഞ്ചമിൻ ഗോത്രത്തിനെ കുറിച്ചിട്ടാണ്. ബെഞ്ചമിൻ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിയരെ പുറത്താക്കിയില്ല. ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ജ ബെഞ്ചമിൻ ഗോത്രം, ബെഞ്ചമിൻ ജ സെയിം അല്ലെങ്കിൽ പോലും ആ ഒരു സൗണ്ട് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ബെഞ്ചമിൻ, ജബൂസിയർ, ജെറുസലേം. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിയരെ പുറത്താക്കിയില്ല. അതിനാൽ ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു. ഈ ഒരൊറ്റ വാക്യമാണ് ബെഞ്ചമിൻ ഗോത്രത്തിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ തരുന്നത്. അടുത്തത് ജോസഫ് ഗോത്രത്തിനെ കുറിച്ചിട്ടാണ്. 22, 23, 24, 25, 26 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ജോസഫ് ഗോത്രത്തിനെ കുറിച്ച് പറയുന്നത്. നോക്കാം. ജോസഫിൻ്റെ ഗോത്രം ബഥേലിനെതിരെ പുറപ്പെട്ടു, കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോസഫിൻ്റെ ഗോത്രം ആർക്കെതിരെ പുറപ്പെട്ടെ? ബഥേലിനെതിരെ പുറപ്പെട്ടു. ബഥേൽ ഓർത്താൽ മതി. ജോസഫ് ഈശോയുടെ അപ്പച്ചനെ ഓർത്താൽ മതി, ബെത്ലഹേമും ഓർത്താൽ മതി. അപ്പോൾ ബഥേൽ കിട്ടും, കണക്റ്റ് ആക്കാൻ പറ്റും കേട്ടോ. ജോസഫിൻ്റെ ഗോത്രം ബഥേലിനെതിരെ പുറപ്പെട്ടു, കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്ര പേർക്കാണ് കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ? 1 യൂദാ ഗോത്രത്തിൻ്റെ കൂടെ, ഓക്കെ. 2 ജോസഫിൻ്റെ ഗോത്രത്തിൻ്റെ കൂടെ. കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഇപ്പോൾ വരെ നമ്മൾ പഠിച്ചതിൽ ഏതൊക്കെ ഗോത്രത്തിൻ്റെ കൂടെയാണ്? 1 യൂദാ ഗോത്രത്തിൻ്റെ കൂടെ, 2 ജോസഫ് ഗോത്രത്തിൻ്റെ കൂടെ. അപ്പോൾ ജോസഫ് ബഥേലിനെതിരെ പുറപ്പെട്ടു, കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ ബഥേൽ ഒറ്റ നോക്കാൻ ആളെ അയച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനെ അയച്ചു. ഒറ്റ നോക്കുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനെ അഴക്കുകയാണ്. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. പുറമേ ഈ ബഥേൽ എന്നുള്ള നഗരം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ലൂസ് എന്ന പേരിലാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു. ആരാണ്? ഈ ഒറ്റ നോക്കാൻ ചെന്നവരാണ് ചാരന്മാരെന്ന് പറയുന്നത്. അവർ കണ്ടു. അവനോട് പറഞ്ഞു, നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും എന്ന് ആരോടാ പറഞ്ഞേ? ലൂസ് അല്ലെങ്കിൽ ബഥേൽ നഗരം ഒറ്റുനോക്കാനായിട്ട് പോയ ചാരന്മാർ നഗരത്തിൻ്റെ കവാടത്തു നിന്ന് പുറത്തേക്ക് ഒരാൾ വരുന്നത്, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് പുറത്തേക്ക് ഒരാൾ വരുന്നത് കണ്ട് അയാളോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് നഗരത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. 25-ാം അധ്യായത്തിൽ അവൻ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അവർ നഗരത്തെ വാളിനിരയാക്കി. ഫുൾ ആളുകളെയും എന്ത് ചെയ്തു? വാളിനിരയാക്കി. നഗരത്തെ മൊത്തത്തിൽ വാളിനിരയാക്കി. എന്നാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. നേരത്തെ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് അവനെയും അവൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. ഇനി ശ്രദ്ധിക്കുക, അവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു, ലൂസ് എന്നതിന് പേരിട്ടു. ഇന്നും ആ പേരിൽ അതറിയപ്പെടുന്നു. അപ്പോൾ നമ്മളുടെ ഈ ചാരന്മാർ കണ്ടുപിടിച്ച ആ വ്യക്തി അവരൊന്നും ചെയ്തില്ല. അയാളെയും അയാളുടെ കുടുംബത്തിനെയും വെറുതെ വിട്ടു. അയാൾ എന്ത് ചെയ്തു? നേരെ ഹിത്യരുടെ നാട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു നഗരം അയാൾ ഉണ്ടാക്കി. ആ നഗരത്തിന് ലൂസ് എന്ന് പേരിട്ടു. ആ പേരിൽ തന്നെയാണ് ആ നഗരം ഇന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും 22-ാം അധ്യായം തൊട്ട് 26-ാം അധ്യായം വരെ ആരെക്കുറിച്ചിട്ടാണ്? ജോസഫ് ഗോത്രത്തിനെ കുറിച്ചിട്ടാണ്. അടുത്തത് 27-ഉം 28-ഉം അധ്യായങ്ങളാണ്. ഇത് മനാസെ ഗോത്രത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 27-ഉം 28-ഉം ആരെക്കുറിച്ചാണ് പറയണേ? മനാസെ ഗോത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. 5 പേരുകൾ ശ്രദ്ധിക്കാം. ബെത്ഷെയാൻ, താനാക്ക്, ദോർ, ഇബ്ലെയാം, മെഗീദോ. എത്ര പേരുകളാണ്? ബെത്ഷെയാൻ, തനാക്ക്, ദോർ, ഇബ്ലെയാം, മെഗീദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ല. എന്ത് ചെയ്തു? അവിടെ താമസിച്ചിരുന്ന കാനാന്യരെ മനാസെ പുറത്താക്കിയില്ല. കാനാന്യർ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു. അപ്പോൾ ഈ 5 ദേശങ്ങളിലെ കാനാന്യരെ മനാസെ പുറത്താക്കിയില്ല. ആ കാനാന്യർ ഇന്നും അവരോട് കൂടെ ജീവിച്ചു പോരുന്നു. ഏതൊക്കെയാണ് ആ പ്രദേശങ്ങൾ? ബെത്ഷെയാൻ, തനാക്ക്, ദോർ, ഇബ്ലെയാം, മെഗീദോ. അടുത്തതിൽ പറയുന്നത്, ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ചു, എങ്കിലും അവരെ പുറത്താക്കിയില്ല. തീർത്തും പുറത്താക്കിയില്ല. അവരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ച് അവർ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ആ കാനാന്യർ ജീവിച്ചു പോന്നു. ഇതാണ് നമ്മുടെ മനാസെ ഗോത്രത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി 29-ാമത്തെ വാക്യം പറയുന്നത് എഫ്രായിം ഗോത്രത്തിനെ കുറിച്ചിട്ടാണ്. എഫ്രായിം ഗോത്രം ഗസ്സേർ നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാൻകാർ ഗസ്സേറിൽ അവരുടെ ഇടയിൽ താമസിച്ചു. ഏതാ സ്ഥലം പറയുന്നത്? ഗസ്സേർ. സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഗസ്സേർ. എഫ്രായിം, ഗസ്സേർ. ഓക്കെ. 30-ാമത്തെ വാക്യം പറയുന്നത് സെബുലൂൺ ഗോത്രത്തിനെ കുറിച്ചാണ്. 2 നഗരങ്ങളാണ് സെബുലൂൺ ഗോത്രം പറയുന്നത്. ഒന്ന് കിത്രോണും ഒന്ന് നഹലോണും.
ഏതൊക്കെയാണ്? കിത്രോണും നഹലോലും. കിത്രോൺ, നഹലോൽ. അപ്പോൾ ഏതൊക്കെയാണ്? എഫ്രായിം ഗോത്രം ഗെസ്സേർ, സെബുലൂൺ ഗോത്രം കിത്രോൺ, നഹലോൻ. ഇതാണ് 29ഉം 30ഉം വാക്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇപ്പോൾ വരെയുള്ള സ്ഥലങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യത്തേത് യൂദാ ശിമയോനെയുമായിട്ട് പോയ സ്ഥലമാണ്. ഏതായിരുന്നു ആ സ്ഥലം? സെഫാത്ത്. ഏതായിരുന്നു ആ സ്ഥലം? സെഫാത്ത്. അത് നശിപ്പിച്ച അതിന് ഹോർമ എന്ന് പേരിട്ടു. ഹോർമ എന്ന് പറഞ്ഞാൽ വിനാശം. രണ്ടാമത് പറയുന്നത് ബെഞ്ചമിൻ ഗോത്രക്കാരെ കുറിച്ചാണ്. ജെറുസലേമിൽ ജീവിച്ചിരുന്ന ജബൂസിയരെ അവർ പുറത്താക്കിയില്ല. അതാണ് ബെഞ്ചമിൻ ഗോത്രക്കാരെ കുറിച്ച് പറയുന്നത്. ജോസഫിൻ്റെ ലൂസ് എന്ന പേരുള്ള ബദേൽ എന്ന് പറഞ്ഞ നഗരത്തിനെ കുറിച്ചിട്ടാണ്. ബദേൽ, ജോസഫ് എന്തിനെതിരെ പുറപ്പെട്ട്? ബദേലിനെ ലൂസ് എന്ന പേരിൽ അറിയപ്പെടാറുണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ആര്? മനാസെ. ആരാണ്? ജോസഫിന് ശേഷം പിന്നീട് വരുന്നത് ആരാണ്? മനാസെ. മനാസേക്കായിരുന്നു 5 സ്ഥലങ്ങൾ. ഏതൊക്കെയായിരുന്നു? ബെത്ഷെയാൻ, താനാക്, ദോർ, ഇബ്ലെയാം, മെഗീദോ. ഈ 5 പട്ടണങ്ങളും അവരുടെ ഗ്രാമങ്ങളുമാണ് മനാസെ പുറത്താക്കാതിരുന്നത്. അവിടെയുള്ള കാനാന്യരെയാണ് മനാസെ പുറത്താക്കാതിരുന്നത്. അടുത്തത് എഫ്രായിമാണ്. എഫ്രായിം ഗെസ്സേർ എന്ന് പറയുന്ന സ്ഥലത്തെ നിവാസികളെയാണ് പുറത്താക്കാതിരുന്നത്. ഗെസ്സേർ. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചാണ്? സെബലോൺ. സെബലോൺ ആരെയൊക്കെ പറ്റിയാണ് പറയുന്നത്? കിത്രോണും നഹലോലും. കിത്രോൺ, നഹലോൽ. ഓക്കെ, ഇനിയും ഒരു 3-4 പേരെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ. അടുത്തത് ആഷേർ ഗോത്രത്തിനെ കുറിച്ചാണ്. ആഷേർ ഗോത്രം അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ, ഹെർബ, അഫീഖ്, റാഹോബ് എന്നിവിടങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല. ആര്? ആഷേർ ഗോത്രം പുറത്താക്കിയില്ല. അങ്ങനെ ആഷേർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. അപ്പോൾ ഏതൊക്കെയാണ്? 7 സ്ഥലങ്ങളുടെ പേരാണ് ഇവിടെ പറയുന്നത്. അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ, ഹെർബ, അഫീഖ്, റഹോബ്. ഈ പേരുകൾ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഓർത്താൽ മതി. അഷേർ ഗോത്രമാണ്. അഷേറിനെ അഷാർ എന്ന് എഴുതുക. 3 A ഇട്ട് എഴുതുക. അഷേറിനെ അഷാർ 3 A ഇട്ട് എഴുതുമ്പോഴത്തേക്കും ഏതാണ്? അക്കോ, A. സീദോൻ, S. H ഏതാണ്? ഹെർബ. കണ്ട, H ഹെർബ. പിന്നീട് 3 A ഉണ്ട് കേട്ടോ ഇടയിൽ. 3 A ഏതൊക്കെയാണ്? അഹലാബ്, അക്സിബ, അഫീഖ് ആൻഡ് അവസാനത്തെ 6 റഹോബ്. ഇങ്ങനെ പഠിച്ചു വെക്കുക. അഷേർ എന്നുള്ളത് അഷാറാക്കി എഴുതുക. അഷാർ എന്ന് പറയുമ്പോൾ നടുക്ക് 3 A വന്ന രീതിയിൽ എഴുതിയാൽ ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? അക്കോ, സീദോൻ, ഹെർബ, അഹലാബ്, അക്സീബ, അഫീഖ്, റാഹോബ്. ആരാണ് പുറത്താക്കാതിരുന്നത്? അഷേർ ആയിരുന്നു പുറത്താക്കാതിരുന്നത്. അങ്ങനെ അഷേർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. അപ്പോൾ 31-ാമത്തെയും 32-ാമത്തെയും വാക്യം ആരെക്കുറിച്ചാണ് പറയുന്നത്? അഷേർ ഗോത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് 33-ാമത്തെ വാക്യം നമ്മുടെ നഫ്താലി ഗോത്രത്തിനെ കുറിച്ചിട്ടാണ്. 33-ാമത്തെ വാക്യം ആരെക്കുറിച്ചിട്ടാണ്? നഫ്താലി ഗോത്രത്തിനെ കുറിച്ചിട്ടാണ്. 2 സ്ഥലങ്ങളാണ് ഇവിടെ പറയുന്നത്. ബെത്ഷേമേഷും ബെത്ത് അനാത്തും. ഈ ബെത്ഷേമേഷിലെയും ബെത്ത് അനാത്തിലെയും നിവാസികളെ നഫ്താലി ഗോത്രം പുറത്താക്കിയില്ല. അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ താമസിച്ചു. ബെത്ഷേമേഷിലെയും ബെത്ത് അനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമകളായി തീർന്നു. ആർക്ക് അടിമകളായി തീർന്നു? ഇസ്രായേൽക്കാർക്ക് അടിമകളായി തീർന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബൈബിളിൽ ഈ 1-ാമത്തെ അധ്യായത്തിൽ 3 ഗോത്രങ്ങൾക്ക് ഈ കാനാൻകാർ അടിമകളായിട്ട് വേല ചെയ്തു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3 ഗോത്രങ്ങൾക്ക്. ഏതൊക്കെയായിരുന്നു ആ ഗോത്രങ്ങൾ? 1 മനാസെ. ആദ്യത്തെ ഗോത്രം ആരാണ്? മനാസെ. 2-ാമത്തെ ഗോത്രം ആരാണ്? സെബലൂൺ. 2-ാമത്തെ ഗോത്രം സെബലൂൺ. 3-ാമത്തെ ഗോത്രം ആരാണ്? നഫ്താലി. ഇപ്പോൾ നമ്മൾ പഠിച്ച ഗോത്രം നഫ്താലി കേട്ടോ. അങ്ങനെ ഈ 3 ഗോത്രങ്ങൾക്ക് അടിമകളായി ജീവിച്ചു എന്നാണ് ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് അടിമവേല ചെയ്ത് ജീവിച്ചു എന്ന് 3 പേരെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. മനാസെ, സെബലൂൺ, നഫ്താലി. അപ്പോൾ നമ്മളുടെ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 34, 35, 36 വാക്യങ്ങൾ പറയുന്നത് ഏത് ഗോത്രത്തെക്കുറിച്ചാണ്? ദാൻ ഗോത്രത്തെക്കുറിച്ചാണ്. ഏത് ഗോത്രത്തെക്കുറിച്ചാണ്? ദാൻ ഗോത്രത്തെക്കുറിച്ചാണ്. ആമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. ഓക്കെ, ആമോര്യർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കളാണ്. ഇവർ മാത്രമാണ് ശത്രുക്കൾ അങ്ങോട്ട് കംപ്ലീറ്റ്ലി തകർക്കാൻ പറ്റാണ്ടായത്, ദാൻ ഗോത്രത്തിന് കേട്ടോ. അപ്പോൾ ആമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കാം, ആമോര്യർ
അർഹെറേസിലും അയ്യാലോണിലും ഷാൽബീമിലും താമസം തുടർന്നു. 3 സ്ഥലങ്ങളുടെ പേരാണ് പറയണേ. ആർഹെറേസിലും അയ്യാലോണിലും ഷാൽബീമിലും. ഇവിടെ കോഡായിട്ട് ഹാസ് എന്ന് ഓർത്താൽ മതി. HAS ഹാസ് എന്ന് ഓർത്താൽ മതി. ആരൊക്കെയാണ്? ഹാർഹെറേസിലും അയ്യാലോണിലും ഷാൽബീമിലും. ഇവിടെയാണ് ആര് താമസം തുടർന്നത്? നമ്മുടെ ആമോര്യർ താമസം തുടർന്നത്. പക്ഷെ ദാൻ ഗോത്രത്തിന് അവർക്ക് എതിർത്ത് നിൽക്കാൻ ആമോര്യർക്ക് സാധിച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു. ആരുടെ മുൻപിൽ? ജോസഫ് ഗോത്രത്തിന് മുൻപിൽ. ജോസഫ് ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു. ആരുടെ മേൽ? ആമോര്യരുടെ മേൽ ശക്തിപ്പെട്ടു. അവർ അടിമകളായിത്തീർന്നു. ആമോര്യർ അടിമകളായിത്തീർന്നു. പക്ഷെ ദാൻ ഗോത്രത്തിന് അവർക്ക് പേടിപ്പിച്ച് നിർത്താൻ പറ്റി. പക്ഷേ അവർ ആരുടെ മുന്നിൽ പരാജയപ്പെട്ടു? ജോസഫ് ഗോത്രത്തിന് മുന്നിൽ പരാജയപ്പെട്ടു. അങ്ങനെ ജോസഫ് ഗോത്രത്തിന് അവർ അടിമകളായിത്തീർന്നു. അപ്പോൾ അടിമകളായിട്ട് മെൻഷൻ ചെയ്ത അടുത്ത ഗോത്രം കിട്ടിയ ആരാണ്? ജോസഫ്. മനാസെ, സെബലൂൻ, നഫ്താലി, ജോസഫ്. അവസാനത്തെ വാക്യം, ഈ അധ്യായത്തിലെ അവസാനത്തെ വാക്യമാണ് ആമോര്യരുടെ അതിർത്തി പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. ആമോര്യരുടെ അതിർത്തി എവിടെ തൊട്ടാണ്? സേല മുതൽ മുകളിൽ അക്രാബിൻ്റെ കയറ്റം വരെ. സേല മുതൽ മുകളിൽ അക്രാബിൻ്റെ കയറ്റം വരെ. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മളുടെ ഒന്നാമത്തെ അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക്